ഹായ് ഓൾ വെൽക്കം ടു ASD അക്കാഡമി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് സ്വാതി. അപ്പൊ നമ്മള് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് എന്താണ് ഡെഫിനിഷൻ ആയിട്ടും അല്ലാതെ ഇക്വേഷൻ ആയിട്ടും ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഈ PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പല രീതിയിൽ അത് വന്നാൽ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ള കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ പറയും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നെ എത്ര രീതിയിൽ ചോദിച്ചിട്ടുണ്ട്? പല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് അത് ചോദിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആയി പോവാറുണ്ട് അല്ലെ? ഒരുപാട് സമയം ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമാണ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കളയുന്നത് അല്ലെ? അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പോംവഴി. അപ്പൊ നിങ്ങൾക്ക് ഈ PYQs കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യാം. നമുക്ക് ഇതാ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. The velocity of an object, if the velocity of an object becomes twice that of its initial velocity, then its kinetic energy become n times of its initial kinetic energy. Then what would be the value of n? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയെക്കാട്ടും വെലോസിറ്റി 2v ആയപ്പോ നമുക്ക് ട്വൈസ് ആക്കി കഴിഞ്ഞപ്പോ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് n ടൈംസ് കൂടി. ഇനീഷ്യൽ കൈനറ്റിക് എനർജിയെക്കാട്ടും n ടൈംസ് കൂടി. എന്ത്? ഫൈനൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആ n? എത്രയാണ് കൂടിയത് എന്നാണ് ചോദിക്കുന്നത്. n ടൈംസ് കൂടി. അങ്ങനെയാണെങ്കിൽ n എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ? n കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയെക്കാളും ട്വൈസ് ആണ് വെലോസിറ്റി കൂടിയത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് m വിക്ക് പകരം 2v² എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാഫ് m 4v² ആയില്ലേ? ഇല്ലേ? ഈ 4 നമുക്ക് പുറത്തേക്ക് എടുക്കാം കട്ട് ചെയ്യാതെ. അപ്പൊ എന്താണ്? 4 into ഹാഫ് mv² എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഫൈനൽ കൈനറ്റിക് എനർജി ഈ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? കൈനറ്റിക് എനർജി mv², ഹാഫ് mv² ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് ആണ് n കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് 4 ടൈംസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എത്രയാ വരുന്നേ? 4 ആണ്. അപ്പൊ എത്രയാണ് വാല്യൂ? എന്നിന്റെ വാല്യൂ എത്രയാണ്? 4. അപ്പൊ എത്ര ടൈംസ് ആണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയെക്കാട്ട് കൂടിയത്? 4 ടൈംസ് കൂടി. അതെപ്പോ? അത് വെലോസിറ്റി, ആദ്യത്തെ വെലോസിറ്റിയെക്കാളും ട്വൈസ് ആക്കി കഴിഞ്ഞപ്പോ, വെലോസിറ്റി ട്വൈസ് ആക്കി കഴിഞ്ഞപ്പോ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയെക്കാളും 4 ടൈംസ് കൂടി. ഏത്? ഫൈനൽ കൈനറ്റിക് എനർജി. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനിയും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെയാണ്? മാസ് പകുതിയാക്കുമ്പോ അല്ലെങ്കിൽ വെലോസിറ്റി പകുതിയാക്കിയാല് ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാണ് എന്നുള്ളത് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ ഒരു ക്വസ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് നോക്കുക. ഓക്കെ, അപ്പൊ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ട്ടോ. The kinetic energy of an object is 120 joule and its mass is 15 kg. Find the velocity of the object. ഇവിടെ എന്താ തന്നിട്ടില്ലേ? ഒരു ഓബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. അതെത്രയാണ്? 120 ജൂൾ ആണ്. മാസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, 15 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് KE is equal to എന്താണ്? ഹാഫ് mv² ആണ്. ഓക്കെ, K എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി. 120 is equal to ഹാഫ് m തന്നിട്ടുണ്ട് 15 into v². നമുക്കത് ചെയ്തൂടെ? 120 into 2 into 15, 2/15. അതായത് ഈ ഈക്വൽ ടു ഇപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോ into 2 ആവും, by 15 ആവും.
ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതും ഇതും കട്ട് ചെയ്യും അല്ലെ? എന്താ വരിക? 8 വരും. 8 into 2 16. അതായത് വി സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത്. വി എത്രയാണ്? √16. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ മീറ്റർ പെർ സെക്കൻഡിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ ms⁻⁻1 എന്ന് വരില്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരുന്നത്? വെലോസിറ്റി 4 മീറ്റർ സെക്കൻഡ് -1 എന്ന് വരും. കിട്ടിയോ? എളുപ്പമല്ലേ? ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ക്യാൻ ബി പ്രൊഡക്റ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ എനർജി ഇൻ ദ ഗിവൺ ഫിഗർ? രണ്ട് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു വാഹനം, രണ്ട് വാഹനം സ്പീഡിൽ പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ബോത്ത് വെഹിക്കിൾ ഹാവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. രണ്ട് വെഹിക്കിളിനും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണോ ഉള്ളത്? Both vehicles are moving in forward direction using maximum energy. Maximum energy എടുത്തിട്ട് forward directionലേക്ക് മൂവ് ചെയ്യാണോ ചെയ്യുന്നത്? Both the vehicles are converting mechanical energy into muscular energy. രണ്ട് വെഹിക്കിളും മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് മസ്കുലർ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാണോ ചെയ്യുന്നത്? Both vehicles have kinetic energy. രണ്ട് വെഹിക്കിൾസിനും kinetic energy ആണോ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് പിക്ചർ തന്നിട്ട് ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിക്കും. ഒട്ടും പേടിക്കണ്ട. എന്താ കാരണം? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താ? നമ്മൾ പഠിക്കുന്ന ഒരു വാചകം, ഒരു ക്വസ്റ്റ്യൻ, ഒരു പിക്ചർ കാണിച്ച് ക്വസ്റ്റ്യൻ ആക്കി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? വാട്ട് ക്യാൻ ബി പ്രൊഡക്റ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ എനർജി? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ എനർജി എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ ആണോ? അല്ല. അവിടെ പൊട്ടൻഷ്യൽ ആൻസർ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ മസ്കുലർ ആണോ? അല്ല, അതും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, മാക്സിമം എനർജി എടുത്തിട്ട് ഒരു വെഹിക്കിൾ പോവാണോ? അല്ല. പിന്നെന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് കൈനറ്റിക് എനർജി ആണുള്ളത്, ഗതികോർജമാണുള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരുന്നത്? ബോത്ത് വെഹിക്കിൾസ് ഹാവ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അറിയുന്ന കാര്യം, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഒരു പിക്ചറിൽ തന്നു മാത്രമേ ഉള്ളൂ. കേട്ടോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. According to the given picture, ഈ ഒരു പിക്ചറിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. Both vehicles are in the state of motion. കണ്ടോ? അത് മോഷനിലാണ്. സോ മോഷനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന് എന്ത് എനർജി ഉള്ളത്? Both vehicles will have kinetic energy. Thus the ability to do work due to the motion of the work is called kinetic energy. Ability to do work due to motion. Okay, എന്താണ് kinetic energy എന്ന് പറയുന്നത്? It is the ability to do work to the motion of the object is called kinetic energy. മനസ്സിലായല്ലോ? അപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ എനർജി എന്താണ്? അത് കൈനറ്റിക് എനർജി ആണ്. മറക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിലോ, ഒരു വസ്തു സ്ഥിതി ചെയ്യാണ്. ഓക്കെ, ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റിന്റെ എനർജി എന്താണ്? അത് പൊട്ടൻഷ്യൽ എനർജി ആണ്. മറക്കരുത്. അടുത്തത്, if the weight of an object is 200 Newton, find its mass. ഒരു ഓബ്ജക്റ്റിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നോക്കൂ. F is equal to ma ആണെന്ന് നമുക്കറിയാം അല്ലെ? ഈ ഒരു ഇക്വേഷൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഓബ്ജക്റ്റിന്റെ 200 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ മാത്രമാണോ ന്യൂട്ടൺ? അല്ല, വെയിറ്റിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണ്. സോ W is equal to mg എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്കറിയില്ലേ? വെയിറ്റിന്റെ ഇക്വേഷൻ ഇതിൽ തന്നിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് കണ്ടുപിടിക്കണം. G തന്നിട്ടുണ്ട് 10 എന്ന് പറയുന്നത്. സോ മാസ് എന്താണ്? M is equal to 200 by 10. That is equal to 20 മാസിന്റെ കിലോഗ്രാം. സോ ആൻസർ എന്താ വരുന്നത്? ആൻസർ 20 കിലോഗ്രാം. ഓരോ കണക്ക് കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും അല്ലെ? അയ്യോ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്ന്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണക്ക് ഇങ്ങനത്തെ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാവുന്ന രീതിയിലാണ് കണക്കെല്ലാം ചോദിക്കുള്ളൂ. കേട്ടോ? അപ്പൊ ആരും പേടിക്കണ്ട.
നമുക്ക് ന്യൂട്ടൺ എന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഫോഴ്സിനെയാണ്. അത് മാത്രമല്ല വെയിറ്റ്, ഭാരത്തിന്റെ യൂണിറ്റും എന്താണ്? ന്യൂട്ടൺ എന്ന് തന്നെയാണ്. അതും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഫോഴ്സിന്റെ അല്ലാതെ ന്യൂട്ടൺ എന്ന് പറയുന്നത് വേറെ എന്തിന്റെ യൂണിറ്റ് ആണ് എന്ന് ചോദിക്കാറുണ്ട്. സോ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എഴുതി നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അതേപോലെ ഇങ്ങനെ വരുന്ന കണക്കുകൾ, ഇപ്പൊ W=mg ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു കണക്ക് കാണുമ്പോ നമ്മൾ എന്താണ്, പലരും ഇത് വിടും. ഓ, ഇത് ചെയ്തു നോക്കണ്ടേ, പക്ഷെ വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ. അപ്പൊ ഒരു കണക്ക് പോലെ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് അത് ഷുവർ ആയിട്ടുള്ള ഒരു മാർക്കാണ്. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ കണക്കില് വ്യത്യാസം വരില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത് സ്പീഡാക്കണം. സ്പീഡാക്കി കൊണ്ടുവന്നാലേ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. F is equal to mc square, F is equal to ma, F is equal to ap, F is equal to half mv square. F is equal to mc square എന്നാണ് നമ്മൾ കണ്ടിട്ടില്ലേ? അല്ല. E is equal to mc square എന്നല്ലേ? അല്ലേ? ഇനി F is equal to ap എന്നാണ് കണ്ടിട്ടില്ലേ? അല്ല. F is equal to half mv square എന്നാണോ? അല്ല. K is equal to half mv square എന്നല്ലേ നമുക്കറിയാവുന്ന ഇക്വേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ്? F is equal to ma. ഇത് കണ്ണടച്ച് നമുക്ക് മാർക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇനി ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ തന്നെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കാണിക്കാം. ഇതാ നോക്കൂ, the equation F is equal to ma is given by Newton's dash law of motion. അപ്പൊ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചു വെച്ച് കണ്ട, ഏത് ലോ ഓഫ് മോഷനിലാണ് ന്യൂട്ടൺ F is equal to ma പറഞ്ഞിട്ടുള്ള? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? വളരെ ഈസി അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. The second law of motion shows every object will remain in a state of constant or uniform motion unless it is forced to change its states by the action of pure force. Next option, when pure force is applied, each object will move in the same speed. And C, the rate of change in the speed of the object will change with the applied net force. And the next one is the rate of change of momentum of an object is proportional to the net force applied to the object in the direction of net force. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ എന്താണ്, നമ്മൾ ആ ഡെഫിനിഷൻ പഠിച്ചാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. എന്താണ് പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് the rate of change of momentum of an object is proportional to the net force applied to the object in the direction of net force. Okay, അപ്പൊ ഡെഫിനിഷൻ പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം മനസ്സിലായോ? കാരണം എന്താ, ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു മാർക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടും ഇക്വേഷൻ ആയിട്ടും ലോ ഏതാണ്, ഇക്വേഷൻ തന്നിട്ട് ലോ ഏതാണ് എന്നുള്ള രീതിയിലും ചോദിച്ചതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യം, അതേപോലെ ഡെഫിനിഷൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, when a continuous force acts on an object of 8 kilogram mass for 2 seconds, it increases the velocity of the object from 4 meter second raised to -1 to 9 meter second raised to -1. What is the magnitude of the applied force? ഒരു ഫോഴ്സ്, ഇപ്പൊ മാസ് 8 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിന് ഫോഴ്സ് കൊടുത്തു 2 സെക്കൻഡ് കൊണ്ട്. അപ്പൊ ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അത് 4ൽ നിന്ന് 9 വെലോസിറ്റിയിലേക്ക് മാറി. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 4 ആൻഡ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 9 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ, 9 മീറ്റർ പെർ സെക്കൻഡ്. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡ് കാണാന്ന് പറഞ്ഞാൽ എഫ് തന്നെ കാണാനാണ്, ഫോഴ്സ് കാണാനാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ. അതിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചൂടെ? എഫ് ഇസ് ഈക്വൽ ടു എം എ.
എം എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 8 ആണ്. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v മൈനസ് യു ബൈ ടി ആണ് എ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. എഫ് എം എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു ദാറ്റ് ഈസ് വി എന്താണ്, വി എത്രയാണ് 9, ഫൈനൽ വെലോസിറ്റി വി 9 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 4 ബൈ ടൈം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, 8 into 5 by 2 that is 8 into 5 by 2 എന്താ വരുന്നത്, കട്ട് ചെയ്തു, that is 20. ഇനി ഫോഴ്സിന്റെ എന്താണ് യൂണിറ്റ്, ന്യൂട്ടൺ. സോ ഇവിടെ എന്ത് വരുന്നു, 20 ന്യൂട്ടൺ. കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ പ്രോബ്ലം എല്ലാം വരുന്നത് വളരെ ഈസി ആയിട്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കുക എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, അത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ വരുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടു ഇല്ലേ. ഡെഫിനിഷന്റെ പ്രാധാന്യം, ഇക്വേഷൻസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഒരു രീതിയിലും സിലബസ് സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ എയിം അത് നേടാനായിട്ട് സാധിക്കും. സോ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.